ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചിറക് വലിക്കുന്നത് കാണിച്ച് അത് വന്നതിന് ശേഷമുള്ള കുറഞ്ഞ തൂലകളൊക്കെ വന്നതിന് ശേഷമുള്ള വിഷലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഓരോ ഷോർട്ട് വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഈ ചിറക് വന്ന് തുടങ്ങുന്ന പ്രാവളെ നമുക്ക് മെരുക്കിയെടുക്കാമെന്നാണ് കേട്ടോ. കാരണം നമ്മൾ ചെറുപ്പത്തിൽ പറത്തിയ പ്രാവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാവ് പറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ചിറക് വന്ന് പറന്ന് കഴിഞ്ഞാൽ നീരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രാവ് ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ ചെറുപ്പത്തിൽ പറത്തിനേക്കാൾ റിസ്ക്കാണ് വലിച്ചൊപ്പിച്ചതിന് ശേഷം പ്രാവിനെ പറത്തി ടൈമിലോട്ട് ഒരു മണിക്കൂറെങ്കിലും ടൈമിലാക്കി കൊണ്ടുവരിക എന്നുള്ളത് കേട്ടോ. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാവ് ഇറക്കും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, പ്രാവ് അടിപൊളിയായിട്ട് പറക്കും. പക്ഷേ അതുവരെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൽ ബേഡ്സിനെ കേട്ടോ ഈ തറയിലിട്ടത്. അത്യാവശ്യം ഒരു 10-20 22-23 ബേർഡ് ഉണ്ട് മൊത്തത്തിൽ. ഇതിൽ ഫുള്ള് ചിറക് വലിച്ച പ്രാവ്. പിന്നെ അത് നമ്മളെ നിലവിൽ ഇവിടെ ഓട്ടിക്കൊണ്ടിരിക്കുന്ന പ്രാവാണ് കേട്ടോ. അത് നമ്മൾ ചിറക് വലിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന പറഞ്ഞാലേ ഈ പ്രാവുകളൊക്കെ നമ്മൾ ഇതിലോട്ട് ഈ ഡോറിലോട്ട് ഇവിടെ പുറത്തേക്ക് ചാടിച്ചിട്ട് ഇത് കണ്ടില്ലേ ഈ പ്രാവ് നിൽക്കുന്നത് ഇതേപോലെ ഇട്ടിട്ട് ഇവിടെ നിർത്തിട്ടോ പ്രാവളെ. എന്നിട്ട് കുളിക്കാനൊക്കെ വെള്ളം വെച്ച് കൊടുത്തിട്ട്. കാരണം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പ്രാവ് ചെറുതായിട്ട് തന്നെ ചിറക് അടിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് പ്രാവിൻ്റെ ചട്ടയിലുള്ള നീരും കാര്യങ്ങളൊക്കെ ഒന്ന് വലിയാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വടി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതല്ലേ പ്രാവളൊക്കെ നമ്മൾ പുറത്ത് ആക്കിയിട്ട് അവിടെ കുളിക്കാൻ വെള്ളം വെച്ചെടുക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ പ്രാവള് ഒരു പക്ഷേ ചിറക് ഫുള്ള് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആട്ടി കഴിഞ്ഞാൽ ഒരു പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിച്ച് പൊന്തി അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് സെറ്റായിട്ട് വീണ്ടും പറവിലോട്ട് വരുള്ളൂ കേട്ടോ. നേരെ മറിച്ച് നമ്മളിങ്ങനൊന്നും ചെയ്യാതെ പ്രാവിനെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പ്രാവ് അടിച്ച് പറക്കും, പ്രാവ് എവിടെയെങ്കിലും പോയി ഇറങ്ങും. അത് ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇറക്കം പിന്നെ സ്ഥിരമാവാനും ചാൻസ് കൂടുതലാണ്. പിന്നെ അത് നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യുക എല്ലാവരും. അപ്പോൾ നമ്മളെ പ്രാവുകളൊക്കെ വെള്ളത്തിലിറങ്ങി കുളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. തൽക്കാലം ബൈ ബൈ.